Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay, good morning. Okay, Amalchita, Alina. Yeah, okay. എല്ലാരും തെറ്റല്ലേ? കഴിഞ്ഞ ദിവസം നമ്മള് പ്രാർത്ഥിച്ചിട്ട് നോക്കിയോ നിങ്ങള്? നമ്മള് എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു 4 ആക്ടുകൾ നമ്മൾ പഠിച്ചു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷം എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഏത് വർഷമായിരുന്നു? ഏത് വർഷമാണ്? 1947. 1947. Okay, very good. Correct ആണ്. EPF ആക്ട് വർഷം എന്ന് പറഞ്ഞേ. EPF ആക്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഇതാണ് വർഷം 1952. 1952 കേട്ടോ. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. 1952 കേട്ടോ. പിന്നെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ഏത് വർഷമാണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1948. 1965 അല്ലെ? 1965. നമ്മൾ പറഞ്ഞു പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് ചാരിറ്റബിൾ അഥവാ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസുകളെ നമ്മൾ ഏത് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വായിച്ച് പഠിക്കുക വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കാണാം. നെക്സ്റ്റ് ആക്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ജനറൽ ആക്ടുകളാണ് പഠിക്കുന്നത് കേട്ടോ. അടുത്തത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. 1972 എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് കേട്ടോ. അപ്പൊ പൊതുവെ നമ്മള് ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് ജോലി അവസാനിപ്പിച്ചു പോകുന്ന സമയത്ത് സൂപ്പർ ആനുവേഷൻ എന്നൊക്കെ പറയും അല്ലെ? നമ്മൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത്, നമ്മൾ ജോലിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോ മരണത്തെ തുടർന്നാവാം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് അതാണ് ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞ വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നല്ല, ഗ്രാറ്റുവിറ്റി കിട്ടാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ ഓഫ് ഒന്നുകിൽ നമ്മൾ ആ ഒരു വ്യക്തി ആ ഒരു ജോലിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത്, ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത്, ഡെത്തിനെ തുടർന്ന് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ആക്ട് അനുസരിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഗ്രാറ്റുവിറ്റി നമ്മൾ കൊടുക്കുന്നത്? അതായത് ജീവനക്കാരൻ അവര് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും, ശ്രദ്ധിച്ചു കേൾക്കാട്ടോ, ജീവനക്കാരൻ അവര് പൂർത്തിയാക്കിയിട്ടുള്ള, അവര് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഓരോ വർഷത്തിലും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതായത് ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് at 15 days to pay for every completed year of service at the time of his or her superannuation or death. അതായത് ഒരു എംപ്ലോയി അവരുടെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത്, ചിലപ്പോൾ അവരുടെ മരണത്തെ തുടർന്നായിരിക്കാം അല്ലെ? അങ്ങനെയുള്ള സമയത്ത് ആ ഒരു വ്യക്തി പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾക്ക് സംശയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് ഒരു എംപ്ലോയി, അദ്ദേഹം ഒരു കമ്പനിയിൽ 5 വർഷം അദ്ദേഹം സർവീസ് ചെയ്തിരുന്നു വിചാരിക്കുക. 5 വർഷം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ മാസ ശമ്പളം എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ.
മാസ ശമ്പളം എന്ന് പറയുന്നത് 30,000 രൂപയായിരുന്നു. 30,000 രൂപ മന്ത്ലി സാലറി ആവശ്യപ്പെട്ടുന്ന വ്യക്തിയാണ്. അദ്ദേഹം 5 വർഷം ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയാം 5 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ഒരു ജോലി ലീവ് ചെയ്ത് പോകുന്നു. ഓക്കെ, എങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോ മാസ ശമ്പളം 30,000 രൂപയായിരുന്നു. അപ്പോ ദിവസ വേതനം എത്രയായിരിക്കും? ഒരു ദിവസത്തെ അയാളുടെ വേതനം എത്രയായിരിക്കും? എങ്ങനെ ചെയ്യും നമ്മള്? 30,000/30 എഴുതാം മതി അല്ലെ? 30,000 മാസ ശമ്പളം ആയിരുന്നു. ഒരു മാസം എന്ന് പറയുമ്പോൾ 30 അല്ലേ ഉണ്ടാവാം. അപ്പൊ ദിവസ വേതനം എത്രയായിരിക്കും? 30,000 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, കറക്റ്റ് ആണ്. ഷംസിന് 1000 rupees ആണ് വരും. ഡെയിലി വേതനം 1000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ 15 ദിവസത്തെ വേതനം എത്രയായിരിക്കും? 15 ദിവസത്തെ വേതനം എത്രയായിരിക്കും? 15 × 1000. ഒരു ദിവസം 1000 രൂപയാണ്. അപ്പൊ 15 ദിവസത്തെ വേതനം എത്രയായിരിക്കും? 15 × 1000 അല്ലെ? എത്ര വരും? 15,000 വരും. ഈ 15,000 രൂപ എത്ര വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്? 5 വർഷമാണ് അയാൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ 15,000 × 5. അപ്പൊ 15 75 അല്ലെ? അതായത് 75,000 രൂപയാണ് അയാൾക്ക് എന്തായിട്ട് കൊടുത്തതുണ്ടാവുക? ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യം? ക്ലിയർ ആയോ? അപ്പൊ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും 15 ദിവസത്തെ വേതനമാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഒരു 30,000 രൂപ സാലറി വാങ്ങിയ ഒരു വ്യക്തി അദ്ദേഹം 5 വർഷം കമ്പനിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 30,000/30 1000 രൂപയാണ്. അപ്പൊ 15 ദിവസത്തെ വേതനം എന്ന് പറയുമ്പോൾ 15 × 1000 15,000 രൂപ. നമ്മൾ എന്താ പറഞ്ഞത്? കംപ്ലീറ്റ് ചെയ്ത ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനം എന്നാണ് നമ്മൾ പറഞ്ഞത്. 5 വർഷത്തെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ 15,000 × 5 എന്ന് പറഞ്ഞിട്ട് 75,000 രൂപയാണ് അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Gratuity is payable to employees at 15 days pay for every completed year of service at the time of his or her superannuation on that കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയേ. എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10, അതായത് 10 അതിലധികമോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു കമ്പനിയിലും ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി ആക്ട് ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10, അതായത് 10 10 കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലും ഗ്രാറ്റുവിറ്റി ആക്ട് അവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അടുത്ത കാര്യം എന്താണ്? Can be applied to 5 years service completed workers. അതാണ് can be applied to, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്ലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. Can be applied to 5 years service completed workers. അതായത് ഈ ഗ്രാറ്റുവിറ്റിക്ക് അവർക്ക് എലിജിബിൾ ആവണമെങ്കിൽ 5 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് മാത്രമാണ് ഈ ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. കുറഞ്ഞത് 5 വർഷമെങ്കിലും അവര് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ള എംപ്ലോയീസിന് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അവര് എലിജിബിൾ ആയിരിക്കും. ഓക്കെ, 1-2 വർഷമല്ല പറയുന്നത്, ഒരു കണ്ടീഷനാണ് പറയുന്നത്. 5 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഏതൊരു എംപ്ലോയീസിനും ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവർക്ക് അപ്ലിക്കബിൾ ആണ്, അവർക്ക് അതിന് എലിജിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സെപ്ഷൻ കേസ് അവിടെ പറയുന്നുണ്ട്. 1 year in case of death. അപ്പൊ മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ 1 വർഷം കണക്കാക്കിയാൽ മതി. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ 5 വർഷമെങ്കിലും സേവനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കാനായിട്ട് എലിജിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞു. ചിലപ്പോൾ 5 വർഷം അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ മരണം എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് 1 year ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ 1 year ഉണ്ടാവില്ല. 1 year ഇത്രയും ആളൊരു പക്ഷെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1 year തന്നെ കണക്കാക്കിയിട്ട് അയാൾക്ക് എന്ത് കൊടുക്കാം? ഗ്രാറ്റുവിറ്റി കൊടുക്കാം. അതൊരു എക്സെപ്ഷൻ ആണ്, മരണത്തിന്റെ കേസിൽ മാത്രം കൊടുക്കുന്ന ഒരു എക്സെപ്ഷൻ ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയും മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്ത ആക്ട് എന്താണ്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 കേട്ടോ. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. ഓക്കെ, ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറഞ്ഞത് അറിയാം, ഏതൊരു ആക്ട് കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ? ഈ പറയുന്ന എംപ്ലോയീസിന്റെ അവകാശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ആക്ടുകൾ കൊണ്ടുവരുന്നത്. അതുപോലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936
എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ അവകാശ സംരക്ഷണവുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ്. എന്ന് പറഞ്ഞാല് എംപ്ലോയീസിനെ അർഹിക്കുന്ന രീതിയിൽ ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെ ഒരു ടൈമിലി പേയ്മെന്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ്. പക്ഷെ പണ്ട് കാലത്ത് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസൈഡിംഗ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കാറില്ല. അത് മാത്രമല്ല സമയത്തിന് പൈസ കൊടുക്കില്ല. ഇതൊക്കെ അവരുടെ എന്താണ് അവകാശ ലംഘനങ്ങളാണ്. അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഫെയർ ആയിട്ടുള്ള അവർ ചെയ്യുന്ന ജോലിക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള അവർക്ക് ലഭിക്കണം. അതൊരു ടൈമിലി പേയ്മെന്റ് ആണ്. പ്രധാനമായിട്ടും സമയത്തിന് പൈസ കൊടുക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ദ ഓൾ ഡീറ്റെയിൽസ്. ഒരു എംപ്ലോയീസിന്റെ വേജസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു ആക്ടിനകത്ത് പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അവരുടെ ബേസിക് പേ എത്രയാണ്, അവരുടെ അലവൻസസ് എന്തൊക്കെയാണ്, അവരുടെ ഡിഡക്ഷൻ എത്രയാണ്, നെറ്റ് സാലറി എത്രയാണ്, ഗ്രോസ് സാലറി എത്രയാണ്, അങ്ങനെ മറ്റേതെങ്കിലും ബെനിഫിറ്റ്സുകളോ ഉണ്ടോ. അങ്ങനെ ഒരു എംപ്ലോയിയുടെ അവരുടെ വേജസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് വിശദമാക്കുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. ഏതാക്ടാണ്? പേയ്മെന്റ് ഓഫ് വേജസ്. ഓക്കെ, അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. Wages must be paid during the first 7 days of the month. അതാണ് ടൈമിലി പേയ്മെന്റ്. Wages must be paid during the first 7 days of the month. ഒരു മാസത്തിന്റെ ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് കൊടുത്തിരിക്കുന്ന വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ഫസ്റ്റ് 7 days ഒന്നും ആവില്ല, ഇപ്പൊ ലാസ്റ്റ് 7 days എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് 50 days എന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് 60 days അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ കാണും. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ. അതായത് മാസത്തിന് ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളിൽ വേജസ് കൊടുത്തിരിക്കണം എന്ന് എന്താണ് വ്യവസ്ഥ ചെയ്യുന്ന ആക്ട് ഏതാണ്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ESI ആക്ട് എന്ന് പറയും കേട്ടോ. ESI നെ പറ്റിയിട്ട് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്. അതിനായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ESI നെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ESI ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ ESI ആക്ട് ആവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നൊന്നും ചിലപ്പോൾ നീട്ടി കത്തി കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പൊ ESI ആക്ട് കണ്ടാൽ ഏതാണ് വർഷം? 1948 ആണ് കേട്ടോ. 1948 നോക്കാം. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. സോഷ്യൽ ആൻഡ് വേണ്ട, ഇറ്റ് ഈസ് എ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്ത്? ESI എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ESI. ESI ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ESI എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്ന പ്രത്യേകിച്ച് വ്യാവസായിക ജീവനക്കാർക്ക്, ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ടല്ലോ, അപ്പൊ അവർക്കൊപ്പം കൊടുക്കുന്ന ഒരു എന്താ പറയാ ആനുകൂല്യം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ശരിക്കും ESI എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് എല്ലാ ആളുകൾക്കും കിട്ടില്ല. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കിട്ടുന്നില്ല. അതിനൊരു സാലറി ബേസ് പറയുന്നുണ്ട്. അതായത് പ്രതിമാസം 21,000 രൂപ. അതൊക്കെ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസിൽ പഠിക്കും. ഇതിലൂടെ പറയാണ്, അതായത് പ്രതിമാസം 21,000 രൂപ മാസ വരുമാനം, അതിലും അതോ 21,000മോ അതിൽ കുറവോ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ESIയുടെ ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അതിന് കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകൾക്ക് ESIയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഓക്കെ, പണ്ടൊരിടയ്ക്ക് അത് 15,000 രൂപയായിരുന്നു ഈ ലിറ്റ് വർക്ക്. പിന്നെ കൂട്ടിയതാണ്. ഇപ്പൊ 21,000 ആണ്. 21,000മോ അത്രയും രൂപയോ അതിൽ താഴെയോ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ, ESIയുടെ ആനുകൂല്യം ലഭിക്കുള്ളൂ. അല്ലാതെ എല്ലാ ആളുകൾക്കും കിട്ടില്ല. ഓക്കെ, ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിന്റ് നോക്കി, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് സിക്നസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇൻഷുറി. അതായത് പ്രത്യേകിച്ച് വ്യാവസായിക ജീവനക്കാർക്ക് അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങള്,
അതുപോലെ പ്രസവം, തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകള് എന്നിവയ്ക്കെതിരെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ മെഡിക്കൽ ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഇത് ESI എന്ന് പറയുന്നത്. ESIയില് പറയുമ്പോൾ മെഡിക്കൽ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പണമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആരെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ് കേട്ടോ. അവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാം, പരിക്കുകൾ വരാം, സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവം കാര്യങ്ങൾ വരാം. അപ്പൊ അതിനൊക്കെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക സ്കീമാണ് ESI കേട്ടോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് എന്നാണോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ? അങ്ങനെയാണ്. ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. ആ തിരുത്ത് ഇങ്ങനെയാണ്, ഇങ്ങനെ മാറ്റാം. എംപ്ലോയേഴ്സ് വെട്ടുക കേട്ടോ. എഴുതാം ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ESI അങ്ങനെ എഴുതുക കേട്ടോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ESI എത്രയാണ്? 4% ഓഫ് ദ ടോട്ടൽ വേജ്. അങ്ങനെയാക്കുക കേട്ടോ. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് ഇല്ലേ, അത് കംപ്ലീറ്റ് വെട്ടുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI അങ്ങനെ എഴുതാം കേട്ടോ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് എത്രയാണ്? 4% ഓഫ് ദ ടോട്ടൽ വേജ് ആണ് കേട്ടോ. അതായത് മൊത്തം 4% ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, തിരിയോ? ഓക്കെ ആക്കിയോ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് 4% ആണ് കേട്ടോ. അവിടെ എന്താണെന്നറിയോ മിസ്റ്റേക്ക്? എംപ്ലോയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയർ, അത് തൊഴിലുടമകളും തൊഴിലാളികളും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും എംപ്ലോയർ ആണ് ഏകദേശം ഒരു 3.25% എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി 0.75% ആണ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4% ആണ്. അപ്പൊ ശരിക്കും അത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആണ്, അതിന്റെ എംപ്ലോയറിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല. തൊഴിലുടമകളും തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തൊഴിലുടമകളാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 3.25% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും ESIയിലുണ്ട്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.75%. അപ്പൊ ഈ 3.25 പ്ലസ് 0.75 ആഡ് ചെയ്ത് 4% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4% ആണ് കേട്ടോ. അങ്ങനെയാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ശ്രദ്ധിക്കാം. ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാല് ESI ആനുകൂല്യം അപ്ലിക്കബിൾ അല്ല എങ്ങനെയുള്ള ആളുകൾക്ക്? ഹോസ്പിറ്റൽ അല്ല, എംപ്ലോയർ അതായത് തൊഴിലുടമകള് തന്റെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർക്ക് പിന്നെ എന്ത് കിട്ടില്ല? ESIയുടെ ആനുകൂല്യം ലഭിക്കില്ല. മനസ്സിലായല്ലോ? അതായത് വ്യാവസായിക ജീവനക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണിത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ESI എന്ന് പറയുന്നത്. അപ്പൊ ESI ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയർ അവരുടെ തൊഴിലുടമകൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അവരുടെ ആശ്രിതർക്കും ഈ പറയുന്ന എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റിന്റെ ചെലവുകളും കാര്യങ്ങളും എംപ്ലോയർ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് കിട്ടില്ല? ESIയുടെ ആനുകൂല്യം ലഭിക്കില്ല. ESI എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗവൺമെന്റിന്റെ ഒരു സ്കീമും കൂടെയാണ്. അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അതൊരു ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഉടമസ്ഥൻ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ESIയുടെ ആനുകൂല്യം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ESI is not applicable if the hospitals are providing complete and free treatments to employees and dependents. അടുത്തതാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്. ഇതുകൊണ്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയാൻ കാരണം. മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? കാര്യം ESI that provides the financial support കൊടുക്കുന്നുണ്ട്. എന്തിനൊക്കെ? സിക്നെസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, മെറ്റേണിറ്റിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഡിസേബിലിറ്റിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരണസംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഈ പറയുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയുന്നത്. കാരണം സിക്നെസ്സിന് കൊടുക്കുന്നുണ്ട്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, ഡിസേബിലിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇതിനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റുകള് ESI ആക്ടിനെ പറ്റി മനസ്സിലായോ?
ഇത് നിങ്ങൾ മറന്നു പോയിട്ട് കേട്ടോ. കാര്യം മെഡിക്കൽ ഇൻഷുറൻസ് പഠിക്കുമ്പോ PSI പഠിക്കും, അന്നേരം ചോദിക്കുമ്പോ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണ പോലെ ഇരിക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, PSIയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിക്കായിട്ട് കൊടുക്കുന്നതല്ല, ഒരു കൂട്ടം ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആരാണ്? വ്യാവസായിക ജീവനക്കാരാണ് കേട്ടോ. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒന്നെങ്കിൽ നിയമവ്യവസ്ഥ മൂലം കൊടുക്കുന്നതാണോ, ചിലപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് കൊടുക്കുന്നതാണോ, അങ്ങനെയുള്ള സ്കീമുകളെയാണ് നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വ്യാവസായിക ജീവനക്കാരെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇതിലേക്കുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4%. അതുപോലെ തന്നെ എംപ്ലോയർ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ആശ്രിതർക്കും കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ESIയുടെ ആനുകൂല്യങ്ങൾ കാരണവശാലും ലഭിക്കുന്നത്. ESIനെ നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം എന്താണ്? കാര്യം എന്താന്ന് വെച്ചാൽ ഇത് പ്രൊവൈഡ്സ് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സിസ്റ്റേഴ്സ്, മെറ്റേണിറ്റി ആൻഡ് ഡിസേബിലിറ്റി. ഇതിനൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് ആക്ട് വരുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ കേട്ടോ. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ IMC എന്ന് നമ്മൾ ചുരുക്കി പറയും കേട്ടോ. ESI എംപ്ലോയർ സ്റ്റേറ്റ് ഇൻഷുറൻസ്, IMC ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഓക്കെ, EPF എംപ്ലോയേഴ്സ് പ്രൊവിഡന്റ് ഫണ്ട്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഷോർട്ട് ആക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ നോക്കുക, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഈ ആക്ട് പ്രകാരം എന്താണ് പറയുന്നത്? ഇറ്റ് ലേസ് ഡൗൺ the code of ethics for medical practitioners and controls medical education. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സും സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരമാണ് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കോഡ് ഓഫ് എത്തിക്സുകളൊക്കെ സ്ഥാപിക്കുന്നത് ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ട്. ഏത് ആക്ട് ആണ്? IMC ആക്ട് 1933. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹാവ് ദ സെയിം ഫംഗ്ഷൻ ഇൻ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. അപ്പൊ ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ്, ഒരു നാഷണൽ ആക്ട് ആണ്. അപ്പൊ ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ട് അതത് സംസ്ഥാനങ്ങളില് എന്ത് രൂപീകരിച്ചിട്ടുണ്ട്? സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. ഈ ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ട് അതത് സംസ്ഥാനങ്ങളില് സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾ രൂപീകൃതമായിട്ടുണ്ട്. സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകളുടെ ഈ പറയുന്ന അവരുടെ ഡ്യൂട്ടി എന്താണ്? അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യാം, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനാണെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കാം. അതാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിനെല്ലാത്തിനും കാരണം ഏത് ആക്ടാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആണ് സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. അതായത് റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽ. ടീച്ചിങ് ഹോസ്പിറ്റൽ എന്താണ്? നമ്മൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അംഗീകാരം ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. ആരാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. ചിലരോട് ചോദിക്കാം, റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ ഡാഷ്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? IMC ആണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ക്ലിയറായോ? ആ ഒരു ആക്ട് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. എന്താണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പറയുന്നത്? എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് അല്ലെ, അതൊക്കെ സ്ഥാപിക്കുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ് കേട്ടോ. അപ്പോ ഈ ഒരു ആക്ട് അനുസരിച്ച് അതത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന മെഡിക്കൽ കൗൺസിലുകൾ എന്താ ചെയ്യാ? സംസ്ഥാനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും, അതത് സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ കൗൺസിൽ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യും, അവിടെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ട് കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കും. ഇനി മെഡിക്കൽ കോളേജ് പോലുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അംഗീകാരം ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ്. ഓക്കെ, ക്ലിയർ ആയോ?
പ്രശ്നം ഇല്ല ചോദിച്ചേ. പ്രശ്നയ്ക്ക് ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്തതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, തെറ്റൊന്നുമില്ല. Formulate the educational standards and requirements for the registration of nurses. അതായത് നമ്മുടെ നഴ്സസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങള്, അവരുടെ റിക്വയർമെന്റ്സുകള്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് ആണ്. നഴ്സസിന്റെ കാര്യങ്ങളാണ് അല്ലെ. അതായത് നഴ്സസിന്റെ രജിസ്ട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അവരുടെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങള്, അവരുടെ റിക്വയർമെന്റ്സുകൾ എല്ലാം തന്നെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1948. കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഫാർമസി ആക്ട്. ഫാർമസി ആക്ട് ഏതാണ് വർഷം? 1948. 1948 ഫാർമസി ആക്ട് ആണ്. ഓക്കെ, ഈ ആക്ട് പ്രകാരം എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് ദ പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ്. അതായത് ഫാർമസിസ്റ്റുകളുടെ ആ ഒരു പ്രൊഫഷൻ, പിന്നെ ഈ പറയുന്ന ഫാർമസികള്, ഡ്രഗ് സ്റ്റോറുകള്, അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്? ഫാർമസി ആക്ട്. പേരിൽ നിന്ന് അറിയാലോ, ഫാർമസികള്, ഡ്രഗ് സ്റ്റോറുകള്, പിന്നെ ഫാർമസിസ്റ്റുകള് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് ഫാർമസി ആക്ട് 1948. ഓക്കെ, അപ്പൊ അത് പ്രകാരം a hospital has to attain a drug license if it sells the drugs across the counter. അതായത് ഹോസ്പിറ്റലിന് ഡ്രഗ്സുകൾ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് കിട്ടണം. ഡ്രഗ് ലൈസൻസ് ലഭിക്കാതെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡ്രഗ്സ് സെൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏത് ആക്ട് പ്രകാരം പറഞ്ഞത്? ഫാർമസി ആക്ട് പ്രകാരമാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഡ്രഗ്സ്. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ ഡ്രഗ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിട്ടുള്ളൂ. ക്ലിയർ ആണോ? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് കേട്ടോ, ജനറൽ ആക്ടിലെ അവസാനത്തെ ആക്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അറിയാലോ, നമ്മുടെ നാട്ടിൽ ജനനം, മരണം, കല്യാണം ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്റെ വർഷം അവിടെ പറയുന്നില്ല, അത് പഠിക്കണ്ട കേട്ടോ. പഠിക്കുന്നല്ല, വർഷമില്ല, 2 വർഷം പഠിച്ചാലില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ജനനം, മരണം, മാരേജ് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഫോർമുലേറ്റ്, കാരണം ഇതിന്റെ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ആവാൻ കാരണം ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ പലപ്പോഴും ഹോസ്പിറ്റലിലാണല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഇൻഫോമിംഗ് ദ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന ജനനം, മരണങ്ങൾ അല്ലെ, ഇതൊക്കെ ഇൻഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഏത് ആക്ട് അനുസരിച്ചിട്ടാണ്? ഈ ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന മരണങ്ങള്, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ജനനങ്ങള്, ഇതെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ആക്ടിനകത്ത് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? They should be notified immediately to the local municipal authority and the registrar officer. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ അധികാരികള് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ ഓഫീസില് നമ്മൾ ഇൻഫോം ചെയ്യണം അല്ലെ. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കല്യാണം നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്, മരണം രജിസ്റ്റർ ചെയ്യാറുണ്ട്, ജനനവും നമ്മൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഓക്കെ, വർഷമില്ല കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ജനറൽ ആക്ടുകൾ പഠിക്കാൻ. ജനറൽ ആക്ടുകൾ നമ്മൾ എത്രണ്ണം പഠിച്ചെന്ന് അറിയോ? 10 എണ്ണം പഠിച്ചു. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി, ആ ജനറൽ ആക്ടുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയോ?
വർഷങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. വർഷങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയുകയാണ്. നമ്മൾ ജനറൽ ആയിട്ട് 10 പഠിച്ചു കേട്ടോ. 10 പഠിച്ചതിൽ ഏറ്റവും ആദ്യത്തെ വർഷമായിട്ട് നമ്മൾ പഠിച്ചത് 1933 ആണ് കേട്ടോ. 1933 ഏത് ആക്ട് ആയിരുന്നു? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് കേട്ടോ. അതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. പിന്നെ നമ്മൾ പഠിച്ചത് 1936 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, വേജസ് ആക്ട്. പിന്നെ 1947 ആ വർഷം നമ്മൾ ഒരിക്കലും മറക്കില്ല. കാര്യം എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് അല്ലെ. മറക്കുവോ? മറക്കില്ലല്ലോ. 1947 അല്ലെ. 1947 നമ്മൾ 2 ആക്ടുകളാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 1947 2 ആക്ടുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. പിന്നെ 1948 3 ആക്ടുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ 3 ആക്ട് എന്ന് പറയുന്നത്? ഒന്ന് ഫാർമസി ആക്ട്, പിന്നെയോ മിനിമം വേജസ് ആക്ട്, പിന്നെയോ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഈ 3 ആക്ടും വരുന്നത് 1948 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1952 1952 എന്തായിരുന്നു? ഇത് PF ആക്ട് അല്ലെ. ഈ PF ആക്ട് അല്ലെ, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ആണ്. 65 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇത്രയുമാണ് നമ്മള് 10 ജനറൽ ആക്ട് പഠിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ്. വലിയൊരു ആനമണ്ടത്തരമാണ് പറയുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കേട്ടോ. അതായത് വെറുതെ നോക്കാൻ അതുപോലെ ഓർക്കാൻ വേണ്ടി പറയാൻ, മനസ്സിലേക്ക് വർഷങ്ങളൊന്നും എത്തിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. അതായത് 1933 എന്താണ് തുടങ്ങിയത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക. വെറുതെ ഒരു ലെറ്ററാണ് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് തുടങ്ങി. ചുമ്മാ വിചാരിക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷന് തുടങ്ങാൻ, മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു ആക്ട് അനുസരിച്ചിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, 1933 നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാൻ കാരണമായ ആക്ട് ഏതാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് അല്ലെ. IMC രൂപീകൃതമായി 1933. അപ്പൊ അന്ന് നമ്മൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിസിൻ പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പക്ഷെ എന്തില്ല, നമ്മുടെ കയ്യിൽ പേയ്മെന്റ് ഇല്ല. കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പേയ്മെന്റ് ഇല്ല. പേയ്മെന്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ വർഷം നമുക്ക് ചേരാൻ പറ്റില്ല. പക്ഷെ 3 വർഷം കഴിഞ്ഞപ്പോ, 3 വർഷം എന്ന് വെച്ചാൽ 1933 മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചത്. അന്ന് പറ്റിയില്ല, പൈസ ഉണ്ടായിരുന്നില്ല. 3 വർഷങ്ങൾക്ക് ഇപ്പുറം 1936 ഓക്കെ 36 പേയ്മെന്റ് ശരിയായെന്ന് വിചാരിക്കാം. തിരിച്ച് ക്യാഷ് ഒക്കെ കയ്യിൽ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? പേയ്മെന്റ് കൊടുത്ത് മെഡിസിന് ജോയിൻ ചെയ്തു എന്ന് വെറുതെ ചിന്തിക്കാം. പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കേട്ടോ. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റിന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരാം. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഇത് രണ്ടും ഓക്കെയാണോ? വെറുതെ ചിന്തിച്ചാൽ മതി. 1933 മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചു. അന്ന് മെഡിസിൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം പേയ്മെന്റ് ഒക്കെ സെറ്റ് ആകും. 3 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വർഷം വരണം. 33 + 3 36 ആയി കഴിഞ്ഞപ്പോ പേയ്മെന്റ് റെഡി ആയി. പേയ്മെന്റ് ഓഫ് പേയ്മെന്റ് ഓക്കെ. ഞാൻ പറഞ്ഞു 1947 നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. കാര്യം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ സംഘർഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു സമയമായിരുന്നു ശരിക്കും. 1947 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ എന്താണ്, നമ്മുടെ രാജ്യം മുഴുവൻ വളരെയധികം സംഘർഷഭരിതമായിരുന്നു. ഭരണഘടനയൊന്നും രൂപീകരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ വളരെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇടയിൽ സംഘർഷങ്ങള്, പ്രശ്നങ്ങള്, തർക്കങ്ങള് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചിന്തിക്കാം, അങ്ങനെ ആയിരുന്നു, ശരിക്കും അങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ആ കാലഘട്ടത്തില് നഴ്സസിന്റെ ഇടയിലും എന്തുണ്ടായി? തർക്കം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ. എല്ലാവർക്കും ഇടയിലും സംഘർഷം ഉണ്ടല്ലോ. അപ്പൊ നഴ്സസിന്റെ ഇടയിലും സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പൊ എന്ത് നിങ്ങൾ ചിന്തിക്കണം? നഴ്സസ്, ഇന്ത്യൻ നഴ്സിംഗ് എന്താണ് സംഭവം? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആയിട്ട് ആ നഴ്സസിന്റെ ഇടയിൽ എന്തുണ്ടായി? സംഘർഷം, ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കം, സംഘർഷം എന്നൊക്കെ അർത്ഥം. നഴ്സസിന്റെ ഇടയിൽ എന്തുണ്ടായി?
ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഏത് വർഷം? 1947. ആ പക്ഷെ ഇന്ത്യയിൽ പ്രശ്നമായിരുന്നു. അന്ന് നഴ്സസിന്റെ ഇടയിലും ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, നഴ്സസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 ഡിസ്പ്യൂട്ട് അല്ലേ ഉണ്ടായത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഓക്കെ ആണോ? 1947 ഇന്ത്യൻ നഴ്സിംഗ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ടും ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, നഴ്സസും ഡിസ്പ്യൂട്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഇനി ഒരു കാര്യം ചിന്തിക്കാം, സാധാരണ ഡിസ്പ്യൂട്ട് വെറുതെ ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. വെറുതെ ആൾക്കാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവും? ഇല്ല. എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും തർക്കിക്കലും സംഘർഷങ്ങളൊക്കെ വരുന്ന. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. വെറുതെ ഒന്ന് ചിന്തിക്കാം, അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പൊ ഈ നഴ്സസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാനും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പൊ ആ വർഷം നമുക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. 1947 നമുക്കത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ പിറ്റത്തെ വർഷം നമുക്ക് അതിനൊരു പരിഹാരം കൊടുക്കാനായിട്ട് സാധിച്ചു. പിറ്റത്തെ വർഷം എന്ന് പറയുന്നത് എന്താണ്? 1948 ആണ്. ഓക്കെ, 1948 നമ്മൾ വെറുതെ സങ്കല്പിക്കുകയാണ് കേട്ടോ. അതിന്റെ നഴ്സസിന്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി അവരൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പോ 1948 അതിനൊരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ നഴ്സസിന് വേണ്ടിയിട്ട് ചില ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നഴ്സസിന് നമ്മളൊരു ഇൻഷുറൻസ് കൊടുക്കാൻ tayയാറായി. അപ്പൊ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആര് വരണം? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് വരണം 1948. പോരാത്തതിന് അവർക്കൊരു എന്താ പറയാ, മിനിമം വേജസ് കൊടുക്കാം. ഒരു മിനിമം വേതനവും നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതിന് വേണ്ടി ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട, ഒരു മിനിമം വേതനം നിങ്ങൾക്ക് തരാം. അപ്പൊ മിനിമം വേജസ് ആണ്. ഇതിനാണ് വർഷം 1948. പോരാത്തതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് മരുന്നുകൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ. അപ്പൊ ഫാർമസി ആക്ട്, മരുന്നിന് കേൾക്കുമ്പോൾ ഫാർമസി കണക്ട് ആണ് കേട്ടോ. ഫാർമസി ആക്ട് 1948. അപ്പൊ 3 കാര്യങ്ങളാണല്ലോ. ആ 1947 ഡിസ്പ്യൂട്ട് ഉണ്ടായി. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിസ്പ്യൂട്ട് ഉണ്ടായത്. ആ വർഷം നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റിയില്ല. പക്ഷെ പിറ്റത്തെ വർഷം 1948 ആയപ്പോ നമ്മൾ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. പോരാത്തതിന് അവർക്ക് മിനിമം വേജസും കൊടുക്കാമെന്ന് പറയും. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948. നിങ്ങൾക്ക് മരുന്നുകളും ഫ്രീ ആയിട്ട് തരാം എന്ന് വിചാരിച്ചു. തരാമെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഫാർമസി ആക്ട് 1948. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. സാധാരണ നമ്മള് PF ഒക്കെ എടുക്കുന്നത്, അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ PF എടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടില് ഇടത്തരം സാങ്കേതിക കാര്യം എടുക്കുകയാണെങ്കിൽ അച്ഛന്മാരൊക്കെ PF ഒക്കെ എടുക്കാറ്, മക്കളുടെ കല്യാണത്തിൽ PF ഒക്കെ എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ഏകദേശം 52 വയസ്സിലൊക്കെയാണ് വെറുതെ ഒന്ന് ചിന്തിക്കാം. അച്ഛനൊക്കെ 52 വയസ്സാകുമ്പോ അപ്പൊ 1952 എന്താണ് ഈ PF ആക്ട്. പിന്നെ 65 വയസ്സായപ്പോ കുറച്ച് ബോണസ് കിട്ടിയെന്ന് വിചാരിക്കാം, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 വയസ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ മരണത്തോട് അടുത്തു അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ സമയം തന്നെ നമ്മുടെ ആ ഒരു ജോലിയിൽ ലഭിക്കേണ്ട ഒരു സമയമായി. അപ്പൊ തന്നെ നമ്മൾ ഗ്രാറ്റുവിറ്റി കൊടുക്കാം. അപ്പൊ 1970. ഓക്കെ, എന്താണ് ഈ പറയുന്ന പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഇങ്ങനൊരു ഞാൻ പറഞ്ഞത് വലിയൊരു മണ്ടത്തരമാണ്. പക്ഷെ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം. ഇത്രയും ഞാൻ പറയുന്നത്. മിസ് വളരെ വലിയൊരു മണ്ടത്തരം ക്ലാസ്സിൽ പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. എങ്ങനെയും കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ചേരാൻ പറ്റിയില്ല, 3 വർഷം കഴിഞ്ഞു. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നഴ്സസിന്റെ ഇടയിൽ നല്ല ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്താണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടല്ലേ ഡിസ്പ്യൂട്ട് ഉണ്ടാവാം. അന്ന് ആ വർഷം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിറ്റത്തെ വർഷം 1948 3 കാര്യങ്ങൾ നഴ്സസിന്റെ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ 3 കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തു. ഒന്ന് അവർക്ക് മിനിമം വേതനം കൊടുക്കാന്ന് പറഞ്ഞു, മിനിമം വേജസ് ആക്ട്. ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റാത്ത ഇൻഷുറൻസ് നിങ്ങൾക്ക് തരാം, അത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ഓരോരുത്തർക്ക് കുറച്ച് മരുന്നുകൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിക്കാം. അപ്പൊ ഫാർമസി ആക്ട്. 52 അച്ഛന്റെ ആ ഒരു മക്കളുടെ കല്യാണം മുമ്പ് ചിന്തിക്കാം. അപ്പൊ 1952 പേയ്മെന്റ് ഓഫ് PF ആക്ട്. 65 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 എന്ന് പറയുമ്പോൾ ഡെത്ത് ആണ് കേട്ടോ. അതായത് ഏകദേശം സൂപ്പർ ആനിവേഷൻ ടൈം ആയി അല്ലെ? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. അങ്ങനെ ഒന്ന് ചിന്തിക്കാം കേട്ടോ. അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കാം. വർഷങ്ങളെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലോ ഓഫ് ടോർട്ട് ആണ് കേട്ടോ. അതായത് ടോർട്ട് നിയമത്തെ പറ്റിയിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ മെഡിക്കോ ലീഗൽ കേസിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ.
അതുപോലെ തന്നെ ഒരു സംഭവമാണ് ടോർട്ട് നിയമം. അപ്പൊ എന്താണ് ടോർട്ട് നിയമം എന്നുള്ളത് ടെസ്റ്റ് നമുക്ക് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്കത് പറയാം. ഓക്കെ, ടോർട്ട് എന്ന് പറഞ്ഞാൽ ടോർട്ട് നിയമം പറഞ്ഞിട്ടുണ്ടോ, അതായത് മറ്റൊരാൾക്ക് നമ്മുടെ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ, അതായത് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാകുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ഇത് ടോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോ ഓഫ് ടോർട്ട്. ടോർട്ട് നിയമം എന്താണ്? മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ, മറ്റൊരാൾക്ക് എന്ന് വെച്ചാൽ അവരുടെ വ്യക്തികൾക്കും സംഭവിക്കാം അല്ലെ, മറ്റൊരാൾക്കോ ചിലപ്പോൾ അവരുടെ സ്വത്തിനാവാം, ചിലപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികൾ. അപ്പൊ നമ്മൾ മൂലം മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ അവരുടെ സ്വത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്, അവരുടെ അവകാശങ്ങൾക്ക് നമ്മൾ മൂലം, അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാവാം, മനഃപൂർവ്വമാവാം, ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം അല്ലെ. അങ്ങനെ മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടോർട്ട് നിയമം എന്താണെന്ന് മനസ്സിലായല്ലോ? ചില കാര്യങ്ങൾ നമുക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അത് നമുക്ക് മനഃപൂർവ്വം ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക, അതും അവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലെ. ഒരാളുടെ അടുത്ത് അവരുടെ അവകാശങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അവകാശം സംരക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് മനഃപൂർവ്വം ചെയ്യാതെ നമ്മൾ അത് ഒഴിവാക്കാണ്, അതും അവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലെ. അതൊക്കെ ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഈ ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇനി വായിക്കാം കേട്ടോ, ഇത്രയും സംഭവം. അപ്പൊ ഇനി വായിക്കാം. The word tort is derived from the Latin word tortus. Underline ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. The word tort is derived from the Latin word tortus, which means twisted or crooked. ഫുൾ അണ്ടർലൈൻ ചെയ്തിരിക്കുക. ടോർട്ടസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഉണ്ടായത്. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് എന്നല്ലാത്ത. ട്വിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വളയ്ക്കുക അല്ലെ, വളച്ചൊടിച്ചത്, വക്രമായത് എന്നൊക്കെ അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരുന്നത്. ഇതാണ് ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ, ഫ്രഞ്ചോ ഗ്രീക്കോ ഒന്നുമല്ല, ലാറ്റിൻ വേർഡ് ആണ്. ഇതൊക്കെ നോട്ട് ചെയ്തിട്ടോ കേട്ടോ വായിക്കുമ്പോ. ഇനി നോക്കുക. It is defined as any wrong, injury or damage is done to the person for which civil suit can be brought. അതാണ് ഞാൻ നമുക്ക് പറഞ്ഞത്. മറ്റൊരാൾക്ക് അവരുടെ സ്വത്തിന് അവരുടെ അവകാശങ്ങൾക്ക് ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖ, ദാറ്റ് ഈസ് കോൾഡ് ടോർട്ട് നിയമം. ലോ ഓഫ് ടോർട്ട് എന്നാണ് അതിനെ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ലോ ഓഫ് ടോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മെഡിക്കോ ലീഗൽ കേസ് പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോർട്ടിന് നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് വൺ വരുന്നത് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് അൺനെസസറി ഓപ്പറേഷൻ കേട്ടോ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺനെസസറി ഓപ്പറേഷൻ ആണ്, തെറ്റായ പ്രവർത്തനങ്ങളാണ്. മറ്റൊരാളോട് നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനം, അത് മനഃപൂർവ്വമായിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്ക് വരുന്ന, മറ്റൊരാളോട് നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ, അത് എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോർട്ട് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, അൺനെസസറി ഓപ്പറേഷൻ കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയേ, ആക്ട് ഓഫ് ഒമിഷൻ, ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾ. ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾക്ക് ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നത് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി പറഞ്ഞെന്താ? പോസ്റ്റ്മോർട്ടം കേട്ടോ. പോസ്റ്റ്മോർട്ടം അതിനെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. നമ്മളൊരു വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ കൺസെന്റ്, സമ്മതം വേണം. അവരുടെ കൺസെന്റോട് കൂടി മാത്രമേ അവരുടെ ബോഡി മീൻസ് അവരുടെ ബന്ധപ്പെട്ട വ്യക്തിയുടെ ബോഡി ഓട്ടോപ്സി മീൻസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ആ കൺസെന്റ് വാങ്ങാതെ, കൺസെന്റ് വാങ്ങണം എന്നുള്ളത് നിയമമാണ്. ആ കൺസെന്റ് വാങ്ങാതെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് നമ്മളൊരു വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. അതിന് നമുക്ക് എന്ത് പറയാം? ആക്ട് ഓഫ് ഒമിഷൻ ആണത്, ഒഴിവാക്കലാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന് എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോർട്ട് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നെഗ്ലിജൻസ്. പ്രത്യേകിച്ച് വരുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെ.
മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. സ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനൊരു സംഭവമാണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ് നമ്മൾ കേട്ടിട്ടില്ല, കേരളത്തിലൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നടന്നിട്ടുണ്ട്. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ് വയറ്റിന്റെ അടുത്ത് ചിലപ്പോൾ വല്ല സൂചിയോ കത്രിയൊക്കെ വെച്ച് മറന്നു പോകും അല്ലേ. അവരറിയില്ല, കുറച്ച് കാലം കഴിഞ്ഞ് വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അന്ന് ചെയ്ത സർജറിയുടെ സൂചി കത്രികയൊക്കെ ചിലപ്പോൾ വയറ്റിനകത്ത് ഉണ്ടാവും അല്ലെ. എന്നിട്ട് എന്താണ് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അല്ലെ. എത്രയോ കേസുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ നെഗ്ലിജൻസ് കേസുകളൊക്കെ ഏതിന്റെ കീഴിലാണ് എന്നത് ഒരാൾക്ക് ദോഷം വരുത്തുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അതെന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോക്ക് ആക്ടിന്റെ കീഴിലാണ്. ഓക്കെ, വരുന്നത് ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് നമ്മൾ മനഃപൂർവ്വം തന്നെ നടത്തുന്ന ചില ഇടപെടലുകൾ. അത് എന്താണ്? ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ട് നയിക്കുന്നു. പ്രാക്ടിക്കൽ പറയുന്നുണ്ട്, ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇന്റൻഷനലി ചെയ്യുന്ന ഇന്റർഫറൻസ് ആണ്, ഇടപെടലുകളാണ്. അത് ആ ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. ഇതൊക്കെ എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ടോക്ക് ആക്ടിന് എക്സാമ്പിൾ. ഓക്കെ, വരുന്നത് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറഞ്ഞാല് അവിടെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ശരിക്കും അല്ലെ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ബേസിക് റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള എന്താണ്? കടന്നുകയറ്റം. ഓക്കെ, അങ്ങനെയുള്ള കേസുകൾ ഇതിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ലംഘിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മള് ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനോട് വളരെ രഹസ്യാത്മകമായിട്ട് നമ്മൾ ഏൽപ്പിച്ചത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ സീക്രസി, അത് എന്ത് ചെയ്യാണ്? അറിയാതെ അത് മനഃപൂർവ്വമാവാം, അത് ഡിസ്ക്ലോസ് ചെയ്യാണ്. അതൊരു പ്രൊഫഷണൽ സീക്രസിയുടെ ബ്രീച്ച് ആണ് അല്ലെ. എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ പ്രൊഫഷണൽ സീക്രസി, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണലിന് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ സീക്രസി അത് അവരെന്ത് ചെയ്യാണ്? അനധികൃതമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാണ്, പുറത്തോട്ട് വെളിപ്പെടുത്താണ്. അപ്പൊ അവിടെ എന്ത് നടന്നു? ബ്രീച്ച് നടന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ. സോ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. നെക്സ്റ്റ് വരുന്നത് ഫ്രാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആക്രമണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാക്ചറിംഗ് സർജൻ ബൈ ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്. എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റിന്റെ കൺസെന്റ്, അതായത് പേഷ്യന്റിന്റെ സമ്മതപരിധിക്ക് അപ്പുറത്തേക്ക് ഒരു സർജൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫാക്ടറിയിൽ വരുന്നതാണ് കേട്ടോ. ശാരീരികമായിട്ടുള്ള ആക്രമണം. ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഈ സർജറിക്കൊക്കെ വിധേയമാകുന്ന സമയത്ത് അറിയാതെ അവരുടെ ഏതെങ്കിലും ഓർഗൻസ് കടിച്ചു മാറ്റി, കിഡ്നി കടിച്ചു മാറ്റുന്ന അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനകത്ത് വരുന്നതാ? ഫാക്ടറിക്കകത്ത് വരുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് സർജറിക്ക് വേണ്ടി പോയിട്ടുള്ള ആളായിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? മറ്റേതെങ്കിലും ഓർഗൻസ് ഒക്കെ എടുക്കും. അങ്ങനെയൊക്കെയുള്ള പണ്ടുണ്ടായിട്ടുണ്ട് ഈ സംഭവം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിന്റെ കൺസെന്റിന് അപ്പുറത്തേക്ക് നടത്തുന്ന സർജറികൾ. സർജൻ ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശാരീരികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യാണ് അല്ലെ. അതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ലോ ഓഫ് ടോക്കിന്റെ കീഴിലാണ് വരുന്നത്. പഠിച്ച ലോ ഓഫ് ടോക്കിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ആക്ട് ഓഫ് ഒമിഷൻ, നെഗ്ലിജൻസ്, intentional interference, invasion of the right of privacy, breach of professional secrecy, and clear ആണല്ലോ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംഘിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പ്രൊഫഷൻ, ഒരു പ്രൊഫഷണൽ, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കാണിച്ചാൽ അദ്ദേഹത്തിലൂടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും സീക്രസി, ദാറ്റ് മീൻസ് പ്രൊഫഷണൽ സംബന്ധമായിട്ട് ഏതൊരു ജോലിയിൽ സംബന്ധമായിട്ട് ചില സീക്രട്ടുകൾ ഉണ്ടാവും. ആ ഒരു പ്രൊഫഷണൽ സീക്രസി നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യാണ്? അത് മറ്റൊരാളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാണ്. അത് ശരിക്കും അവരെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങൾ. പ്രൊഫഷണൽ സീക്രസി ലംഘിക്കുക എന്ന് പറഞ്ഞാല് അത് ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. ഓക്കെ, അതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോക്ക് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി മിസ്സലേനിയസ് ടോക്ക്, ഇനി നമ്മൾ ഇതിൽ പറയാത്ത മറ്റു പല ടോക്കുകൾക്ക് എക്സാമ്പിളുകളാണ് ഇനി നമ്മൾ പറയുന്നത്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ടോക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ.
ഒന്നാമത് നോക്കിയേ ന്യൂയിസെൻസസ് അല്ലെ, ഇൻകൺവീനിയൻസ് ടു പബ്ലിക് പബ്ലിക് ന്യൂസൻസ് ആണ് അല്ലെ, ശല്യങ്ങളാണ്, പബ്ലിക്കിൽ ശല്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഏതിനകത്താണ് വരുന്നത്, ടോപ്പിനകത്താണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിസ്റെപ്രസെന്റേഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡെസീറ്റ്, ഡെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഞ്ചനയാണ് കേട്ടോ, വഞ്ചന. മിസ്റെപ്രസെന്റേഷൻ നമ്മൾ തെറ്റായിട്ട് പറയാം, തെറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോ നമ്മുടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒരാള് വരുന്നു, അയാള് ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇല്ല, എന്നിട്ട് നമ്മൾ പറയാൻ അവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന രീതിയിൽ അവരോട് നമ്മൾ പ്രസന്റ് ചെയ്യണം. അവരെ വഞ്ചിക്കുന്നതിന് തുല്യല്ലേ, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് മിസ്റെപ്രസെന്റേഷൻ ആണ്, തെറ്റായിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്യാണ് അല്ലെ. സോ അതെന്താണ്, ടോപ്പിന്റെ കീഴിലാണ്, ഡെസീറ്റ് ആണ് അല്ലെ, ഒരു വഞ്ചനയാണ്. പിന്നെ വരുന്നതാണ് ഡീഫമേഷൻ. ഡീഫമേഷൻ, ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപവാദം എന്നുള്ള കേട്ടോ, എന്താണ് അപവാദം, അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, സ്ലാൻഡറും ഉണ്ട്, ലിബലും ഉണ്ട്. സ്ലാൻഡർ എന്ന് പറഞ്ഞാല് സ്പോക്കൺ ഡീഫമേഷൻ ആണ്, നമ്മൾ പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങൾ. അപവാദം രണ്ട് രീതിയിൽ നടത്താം, പറഞ്ഞു വരുത്താം, അല്ലെങ്കിൽ നമുക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് നോട്ടീസ് അടിച്ച് ഇതൊക്കെ ചെയ്യാം, അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാമല്ലോ. അപ്പൊ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ അപവാദം എന്നാണ്, അത് രണ്ട് രീതിയിലുണ്ട്, സ്ലാൻഡർ ഉണ്ട്, ലിബൽ ഉണ്ട്. സ്ലാൻഡർ എന്ന് പറഞ്ഞാല് ഓറൽ ഡിഫമേഷൻ ആണ്, നമ്മൾ പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങളാണ്. ലിബൽ എന്ന് പറഞ്ഞാല് റിട്ടേൺ ഡിഫമേഷൻ ആണ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ആണ്, അതൊരു ലിബൽ ഡിഫമേഷൻ ആണ്, എഴുതി നമ്മൾ അപവാദം ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും അതിനകത്ത് വരുന്നതാണ്, ഇതിനകത്ത് ടോപ്പിനകത്ത് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വരുന്നത് മലീഷ്യസ് പെർസിക്യൂഷൻ ആണ്. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് വെച്ചാൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ. ക്രൂരമായിട്ടുള്ള പീഡനം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതാവാം, ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളാവാം, മാനസികമായിട്ടുള്ള മെന്റൽ ടോർച്ചറിങ് ആവാം. ഇതൊക്കെ എന്തിനകത്താ വരുന്നത്, മലീഷ്യസ് പെർസിക്യൂഷൻ. ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, മലീഷ്യസ് പെർസിക്യൂഷൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ടോപ്പ് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ജനറൽ ആക്ട്, ടോക്ക് ആക്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കുറച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സും മറ്റു കുറച്ച് മിസ്ലേനിയസ് ആക്ട് കൂടെ കഴിഞ്ഞാൽ ആ ചാപ്റ്ററുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാണുന്നത് അൺമ്യൂട്ടിംഗ് ആണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. മിസ്സേ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടില് ആദ്യം മിസ് ഒരു പോയിന്റ് പറഞ്ഞില്ലായിരുന്നോ, ചാരിറ്റബിളും പിന്നെ ഒഴിവാക്കിയിട്ടുള്ള വേറൊരു ഹോസ്പിറ്റലിന്റെ ആ പോയിന്റ് ഒന്നും കൂടെ പറയാം. അതായത് ബോണസ് ആക്ടിൽ നിന്ന് നമ്മള് ഈ ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, നോൺ പ്രോഫിറ്റബിൾ, അതായത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ട് ജീവകാരുണ്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളില്ലേ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ നമ്മൾ ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബോണസ് കൊടുക്കാന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിന് പുറമെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതിനെയല്ലേ നമ്മൾ ബോണസ് കൊടുക്കാന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മൾ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, ജീവകാരുണ്യപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്ക് അധികം വലിയ ഇൻകം ഉണ്ടാവണമെന്നില്ല. കാര്യം കിട്ടുന്നത് എമൗണ്ട് മുഴുവൻ അവരെന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും അല്ലെ, സർവീസിന് വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് ഒരു എക്സ്ട്രാ ബോണസ് കൊടുക്കാനൊന്നും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഈ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഈ പറയുന്ന ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ എന്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നൽകിക്കാം. ഇത്രയും ആക്ടുകളൊക്കെ പഠിച്ച് Thank you, Miss.